പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കർണാടക യാത്രകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് മൈസൂരിലാണ്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ 140 വർഷത്തോളം പഴക്കമുള്ള ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടുന്ന വലിയൊരു മാർക്കറ്റിലേക്കാണ് കേട്ടോ. എന്നാ തിരക്കാന്ന് നോക്കി. ഇതൊരു മാർക്കറ്റ് ഏരിയ ആയതുകൊണ്ടാണ് ടൂറിസ്റ്റുകളായിട്ടുള്ളവരും അതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ഇവിടെ തദ്ദേശീയരായിട്ടൊക്കെ ഉള്ളവർ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ്. ഇവിടെ നോക്കി ആഭരണങ്ങൾ ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് എല്ലാം ഉണ്ടേ. വള, മാല, കമ്മൽ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇതെന്താണ് സംഭവം? ഓക്കെ ഇത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായല്ലോ. ഞാൻ ആദ്യം ഓർത്തി ക്രൗൺ ആയിരിക്കുന്നു. സംഭവമേ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അരപ്പട്ട അരയിൽ വെക്കുന്നതാണ്. 150 റുപ്പീസ്. ഇതിങ്ങനെ സെറ്റായിട്ട് വരുന്നത് നെക്ലേസും ഇയർ റിങ്സൊക്കെ കൂടി ഒരേ സെയിം ഡിസൈനിലാണ് വരുന്നത്. ओके पल वेराइटीज ഉണ്ട്. प्राइस कितना स्टार्ट करेगा? 550, 450, 350, 100. ओके अलग अलग प्राइस है. 100 രൂപ മുതൽ ഒരു 500-600 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. 500-600 രൂപ വരെയുള്ള ഐറ്റംസ് ഉണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ വളകൾ മാത്രമുള്ള ഈ ഒരു കടയിൽ ഇത് കണ്ടില്ലേ, ലേഡീസൊക്കെ വന്നത് ഇവിടുന്ന് പോകില്ല കേട്ടോ. അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് വളകളാണ്. അതിൻ്റെ പ്രൈസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100 രൂപ ഇത് ഇത്രയും വളയ്ക്കാണ് കേട്ടോ, 4 പീസിന്. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള സംഭവം കേട്ടോ. കുപ്പിവളകളും ഉണ്ട്, അല്ലാത്ത സ്റ്റീലിൻ്റെ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എന്തോരം വെറൈറ്റീസ് ഞാൻ നോക്കി. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണേ. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ബാംഗ്ലൂർ, ഹൈദരാബാദ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞത്. മെറ്റൽ അല്ലേ? ഇത് മെറ്റലാണ്. മെറ്റലിൽ ഇങ്ങനെയുള്ള സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? 100. ഇതെല്ലാം പൂരാ ഫിക്സഡ് പ്രൈസാ? ഫിക്സഡ് പ്രൈസ്. ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ 100 രൂപ, 150 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. മാക്സിമം 200. 200 ഏതാ വരുന്നത്? 200 മാക്സിമം. ഇതൊക്കെ 200 വരും. ഇതൊക്കെ ഈ കുപ്പിവളകളാണ്. ഓക്കെ റോഡ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനൊപ്പം തന്നെ ഇങ്ങനെ സാരികളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി നമുക്ക് കാണാം ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് ഇവിടെ നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലേഡീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സുകളും സ്ലിപ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ്, ഷോളുകളൊക്കെ വിൽക്കുന്ന ധാരാളം കടകൾ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഷോപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടില്ല, ഒരു സൈഡിൽ ഇങ്ങനെ കടകളായിട്ടാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കുടക്കീഴിലാണ് വിൽക്കുന്നത്. കംപ്ലീറ്റ് ഈ ഏരിയയിൽ ഡ്രസ്സുകളാണ് കേട്ടോ. അതും പ്രധാനമായിട്ടും ലേഡീസിനെ ഉദ്ദേശിച്ച് നടത്തുന്ന കടകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഷാളുകളാണ്. ഇത് റേറ്റ് എങ്ങനെയത്? 2 പീസ് 100 അല്ലേ? ഓക്കെ 50 രൂപയാണ് ഒരു പീസിന്. ഇത് കണ്ടോ സ്റ്റുഡിയോയുടെ ഡ്രസ്സ്. ഇതെങ്ങനെയാണ് ഇവിടെ വരുന്നത്? 799. ഇത് പ്രൈസ് 150. സ്റ്റുഡിയോയുടെ ഡ്രസ്സ് 150. ഇത് വെറുതെ ടാഗ് അടിച്ചേക്കുന്നതാണോ? ഒറിജിനൽ സ്റ്റുഡിയോ? ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിടക്കിയത്? ഓക്കെ സ്റ്റുഡിയോയുടെ ഒറിജിനൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ടാഗ് ഉണ്ടല്ലേ. സാറയുടെ ഒക്കെ അതൊക്കെ ഹൈ ബ്രാൻഡ് കേട്ടോ. പക്ഷേ അത് ടാഗ് മാത്രമാണ് ശരിക്കും കാണുള്ളൂ. അതൊക്കെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ ഒറിജിനൽ ബ്രാൻഡിൻ്റെ. പിന്നെ അഫോർഡബിൾ ആണ്, അതായത് ആ പ്രൈസല്ലേ വരുന്നുള്ളൂ, 100, 150 ആ റേഞ്ചൊക്കെ. ഓക്കെ കണ്ടത് ഇതൊക്കെ സ്റ്റുഡിയോയുടെ ലേബലിൽ വരുന്നത്. അത് കൊള്ളാം അല്ലേ? ഓക്കെ കണ്ടോ ലിവ ബ്രാൻഡിൻ്റെ. പക്ഷേ രണ്ട് ഇതാണ് എഴുതിയിരിക്കുന്നത്. ഈ ടാഗ് മിക്കവാറും വെറുതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊരു കാര്യമൊന്നുമില്ലായിരിക്കും. ഇതെത്ര പ്രൈസ്? 150. എല്ലാം ഒരു റേറ്റൊക്കെ ഉള്ളു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ എന്നല്ല. ടോമി ഹിൽഫിയറിൻ്റെ ഒക്കെ 150 എവിടെയെങ്കിലും കിട്ടും. ഇത് ഈ ഫാൻസി ഐറ്റംസ് ആട്ടോ, ഡ്രസ്സുകളാണ്. വിലക്കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. പ്രൈസ്
Price very price 350 in the shoe. ആ 350 സ്റ്റാർട്ടിങ്. ആ ഏത് 350? ആ ഇതെല്ലാം 350 അല്ലേ? ടോപ്പാണ് കേട്ടോ, ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അലഗ് പ്രൈസാണ്. M2 5XL വരെ. ആ മീഡിയം മുതൽ 5XL വരെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാം ടോപ്പുകളാണേ, കംപ്ലീറ്റ് ടോപ്പുകൾ. ആ ഇതൊക്കെ സെറ്റായിട്ട് വരുന്നതാണ് അല്ലേ? ഓക്കെ. ആ ഇതൊക്കെ ഇങ്ങനെ റേറ്റൊക്കെ ഒരു 750 മുതലാണ് വരുന്നത്. ഇങ്ങനെ ചെറിയ പാർട്ടി വെയർ ഫീലൊക്കെ കിട്ടുന്നത്. 3 പീസ് സ്റ്റാർട്ടിംഗ് റേറ്റ് 500. 3 പീസ് 3 പീസിന് 550 രൂപ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ അതായത് ഇങ്ങനെ സെറ്റാട്ടോ, സോറി ഇങ്ങനെ സെറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാൻറ് ടോപ്പ് ഷാൾ അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റ്, അതാണ് ഈ 3 പീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. 550 XXL ആണ് സൈസ്. അപ്പം അങ്ങനെ അതിലുള്ള കുറേ ഡിസൈൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ കംപ്ലീറ്റ് ഇവിടെയൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ്. ഇതൊക്കെ കുട്ടികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ. കണ്ടോ കുഞ്ഞുടുപ്പുകളൊക്കെ ഹാങ് ചെയ്തേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാം എന്തോരം കടകളാണ്. നോക്കിയാൽ കടകൾ മാത്രമല്ല ഇവിടുത്തെ ഉള്ള ക്രൗഡ് നോക്ക്. പിന്നെ ഫുൾ ടൈം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ് കേട്ടോ. കംപ്ലീറ്റ് ഡ്രസ്സുകളാണ്, കംപ്ലീറ്റ് അതെ. ഇത് ഈ ഒരു കടയിൽ ബാഗുകളാണ് വിൽക്കുന്നത്, സ്കൂൾ ബാഗുകൾ. 400 ആ ഒരു റേറ്റൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്കൂൾ ബാഗുകളും ഉണ്ട്, പിന്നെ ട്രാവൽ ബാഗുകളൊക്കെ ഉണ്ട്. പ്രൈസ് സ്റ്റാർട്ട് ഫ്രം ഹൗ മച്ച്? Starting price from 250. 250 to 1800, 1100, 2000, 2500. Heavy price. Okay. എല്ലാ പ്രൈസിലും ഹെവി പ്രൈസിലുള്ളതുണ്ട്. ഓ സ്കൂൾ ബാഗ്സ് കിतना है प्राइस? Full price starting price 350 से start है. 350 സ്റ്റാർട്ട്. 1500 तक भी है. ലേഡീസ് ബാഗുകളുണ്ട്. എന്നെ തിരക്കാൻ നോക്കി. ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ലേഡീസ് ബാഗുകളാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ വെച്ചിരിക്കുന്നതൊക്കെ 250 ആണ്. ഇത് കംപ്ലീറ്റ് 250 ആണ്. 250 പിന്നെ ആ മുകളിൽ വെച്ചേക്കുന്നതൊക്കെ 400 ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത്. അതിങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നോക്കി എടുക്കാം ഇഷ്ടമുള്ളത്. പല ഡിസൈനിലും കളേഴ്സിലൊക്കെ ഉള്ള ബാഗുകളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ഫീലൊക്കെ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വില പേശി വാങ്ങാൻ പറ്റുമൊന്നുമില്ല. ഓൾമോസ്റ്റ് കടകൾ അങ്ങനെ തന്നെയാണ്, ഒരു ഫിക്സഡ് പ്രൈസിലാണ് വിൽക്കുന്നത്. 100 രൂപയ്ക്ക് വിൽക്കുന്ന ചെറിയ പേഴ്സുകൾ കണ്ടോ, പല ഡിസൈൻസ്. ആ ഷെയ്ഡൊക്കെ അടിപൊളിയാണ് അല്ലേ, ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് കണ്ടില്ലേ, എല്ലാം 100 രൂപയാണേ. ഇതൊക്കെ 100 രൂപ. പൂര 100. ഇവിടെ എല്ലാം 100 ആണ്, എല്ലാം 100 ആണ് കേട്ടോ. അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. കരടിപ്പാവ ലേഡീസ് ഫാൻസി ചപ്പലുകളാണ്. 250 300. ഫിക്സഡ് പ്രൈസ് നെഗോഷ്യബിൾ അല്ല, ഫിക്സഡാ, ബാർഗനിങ് ഇല്ല അല്ലേ. 250 300 ആ റേറ്റിലാണ് വരുന്നത്. ഈ പലാസോ പാൻറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കൂട്ട് ചപ്പലുകൾ, അതിൽ ചെറിയ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ കുറേ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജെൻസിൻ്റെ ഇല്ല കേട്ടോ, ഇവിടെ കുട്ടികളുടെയും ലേഡീസിൻ്റെയും മാത്രമേ ഉള്ളേ. കുട്ടികളുടെയൊക്കെ 200 രൂപയാണ് വരുന്നത്. കണ്ടോ, ഇതൊക്കെ 200 രൂപയാണ്. കുഞ്ഞു ചെരുപ്പുകളുണ്ടല്ലേ. ഇവിടെ നോക്കിയാൽ സ്പൈസസ്, മഞ്ഞൾ, അതുപോലെ ഇഞ്ചി, പിന്നെ ഈന്തപ്പഴം ഉണ്ട്, കാഷ്നട്ട്, ബദാം, ഉണക്കമുന്തിരി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ കാണുന്ന ചെരുപ്പുകളാണ്, അതെല്ലാം ഈ ലേഡീസിൻ്റെ ഉണ്ടോ. അപ്പോൾ ജെൻസിൻ്റെ ഒന്നും ഇല്ല, ഇതുവരെ കണ്ടില്ല. കംപ്ലീറ്റ് ലേഡീസിൻ്റെ തന്നെയാണ് കേട്ടോ. അവിടെ കൂടി നിൽക്കുന്നതെല്ലാം തന്നെ ഈ ലേഡീസാണ് കേട്ടോ. അവർ ഏരിയ കംപ്ലീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. അതുപോലെ കടകളുണ്ട് കേട്ടോ, അതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അത് ഓരോരോ ഐറ്റംസ് കിട്ടുന്ന ഒന്നിലധികം കടകൾ കണ്ടില്ല. പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടോ, സ്റ്റീൽ പാത്രങ്ങൾ,
ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങോട്ട് പോയാൽ കംപ്ലീറ്റ് ചപ്പലുകളാണ് കേട്ടോ. ദേവരാജ മാർക്കറ്റ് എന്നാണ് ഈ മാർക്കറ്റ് ഒഫീഷ്യലി അറിയപ്പെടുന്നത് കേട്ടോ. 1886 രാജഭരണകാലത്ത് ഇവിടെ നിർമ്മിച്ച മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ഈ കടകളെല്ലാം മാർക്കറ്റിൻ്റെ വെളിയിലാണ് വരുന്നത്. അപ്പോൾ ആ കാണുന്ന ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ അകത്താണ് ഈ മാർക്കറ്റ്, ശരിക്കുള്ള മാർക്കറ്റ് വരുന്നത് കേട്ടോ. മൈസൂർ സിറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു ഹൃദയഭാഗത്താണ് കേട്ടോ. കണ്ടില്ല, അവിടെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാം. എന്താ പറയുക, രാജപ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ക്ലോക്ക് ടവർ കാണാം നമുക്ക്. അപ്പോൾ അതിൽ സമയമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഈ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തേക്കുന്നതൊക്കെ ഇന്തോ മുസ്ലിം ആർക്കിടെക്ചറിലാണ് ഈ മാർക്കറ്റ് സംശയമൊക്കെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ദിവസം മൊത്തം നടന്ന് കണ്ടാൽ പോലും ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ അവസാനിക്കില്ല കേട്ടോ. അത്ര വലിയ മാർക്കറ്റാണ്. ഏകദേശം 3.67 ഏക്കറിലാണ് ഈ മാർക്കറ്റ് വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. ഏകദേശം 1100ഓളം കടകളുണ്ട് ഈ മാർക്കറ്റിൻ്റെ അകത്ത്. ഇതുകൊണ്ടില്ല, ഇങ്ങനെയുള്ള കവാടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ. ഈ മാർക്കറ്റിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കണ്ടില്ലേ, അതൊക്കെ ഒരു രാജഭരണകാലത്ത് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാസ്തുവിദ്യ ഞാൻ പറഞ്ഞല്ലോ, ഇന്തോ മുസ്ലിം ശൈലിയിലാണെന്ന്. ലൈറ്റ് നമ്മുടെ പുറകിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാഴ്ചകളെ കാണാൻ. ഈ ക്ലോക്ക് ടവർ തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തം 16 കൽത്തൂണുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ക്ലോക്ക് ടവറാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ക്ലോക്ക് വരുന്നത്. പിന്നെ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്, വിവിധ വർണ്ണങ്ങളൊക്കെ പൂശി. ഇതൊരു ഫൗണ്ടനാണ് ആക്ച്വലി. ഇതിനകത്ത് വെള്ളമൊന്നും നിലവിലില്ല. പിന്നെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ ലൈറ്റ് ടവറുകൾ കാണാം. പിന്നെ ഈ ഫൗണ്ടൻ്റെ അകത്തായിട്ട് കാളകളുടെയും ആനകളുടെയൊക്കെ ശില്പം ചെയ്തിട്ട് വർണ്ണങ്ങളൊക്കെ പൂശി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കവാടങ്ങളുണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ പുറമേ നമുക്ക് കുറേ കടകളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ പഴങ്ങളൊക്കെ വിൽക്കുന്ന കൊടക്കീഴിലുള്ള കടകളും കാണാം. എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളിങ്ങനെ അകത്ത് കാത്തിരിക്കുന്നതെന്ന് അറിയാലോ. മാർക്കറ്റിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. എന്നാ തിരക്കാന്ന് നോക്കി. നല്ല കളർഫുൾ കാഴ്ചകൾ. നമ്മുടെ നാട്ടിൽ പണ്ട് ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ സഞ്ചി കണ്ടില്ല, തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ബാഗുകൾ നമുക്ക് കാണാം. കോട്ടൺ ബാഗുകളുണ്ട്, പിന്നെ ചാക്ക് വെച്ച് നിർമ്മിച്ചേക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ. ഇതുണ്ടല്ലോ, ഈ പൂജാ സാധനങ്ങളാണ് മെയിനായിട്ട് ഇവിടെ വിൽക്കുന്നത്. കുങ്കുമപ്പൊടികൾ, രംഗോലിപ്പൊടികളൊക്കെ നമുക്ക് കാണാം. സ്പൈസസും ഒക്കെ ഒരുപാട് ഈ ഒരു മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അത്ര ഉണ്ടല്ലേ. ഇതൊക്കെ എന്നാ പ്രൈസ് എങ്ങനെ? 150 മതി എൻ്റെ അമ്മ. ഇതെന്താ ഇത്? അത് ചന്ദനത്തിരി അല്ലേ? അല്ല, ഇത് ധൂപം. ഓക്കെ ഓക്കെ ഓരോരോ ഫ്രാഗ്രൻസ് അല്ലേ? ഇത് ധൂപം അല്ലേ? ഓക്കെ ഇതും ഓരോ നോക്കട്ടെ കേട്ടോ. സ്മെല്ല് അല്ലേ? ലാവൻഡർ എല്ലാത്തിനും. ജാസ്മിൻ, സാൻഡല്, റോസ്. ഇതെങ്ങനെ, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാ? 100 ഗ്രാം 60. ഓക്കെ കേട്ടോ. പൊടികൾ, രംഗോലിപ്പൊടികളുണ്ട്. രംഗോലിപ്പൊടികൾ നല്ല ഭംഗിയല്ലേ കാണാൻ കേട്ടോ. ഇലകൾ വെച്ച് നിർമ്മിച്ചേക്കുന്ന പ്ലേറ്റ്. ഇലയല്ലേ, ഇത് പ്രിൻറ്റ് ചെയ്തേക്കുന്നതാണോ? ഇത് പ്രിൻറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇല തന്നെയാണ്, ഒറിജിനൽ ഇല. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേറ്റുകൾ ഇതൊക്കെ. അതിങ്ങനെ ജോയിൻറ്റ് ചെയ്തേക്കണുണ്ടോ? ചെറിയ ഈർക്കിൽ കമ്പുകൾ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റായിട്ട്. കൊള്ളാം. പിന്നെ അതേ പേപ്പറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പേപ്പറിൻ്റെ പാള വെച്ച് ഉണ്ടാക്കിക്കുന്ന പ്ലേറ്റുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ കാണാം. പൂക്കളുണ്ട്. ഇവിടെ പൂക്കളും ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ മാർക്കറ്റിൽ വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറയാം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴാണ് ആ ഒരു എന്താ പറയുക, യഥാർത്ഥ ഒരു ചന്തയുടെ ഫീല് നമുക്ക് കിട്ടിയത് യാത്രയ്ക്ക് കയറിയപ്പോൾ. പഴങ്ങളും ഉണ്ട്. പഴങ്ങളെല്ലാ തരം പഴങ്ങളും. പട്ടത്തിപ്പൂവൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പോലില്ല കേട്ടോ. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വന്നു ചേച്ചിമാർ പട്ടത്തിപ്പൊക്കെ ചൂടിയിട്ട് പോകുന്നതാണ് കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ആയിട്ട്. ഉണ്ട് അതിങ്ങനെ ഇതളകൾ ഇങ്ങനെ അടർത്തി വെച്ചേക്കുന്നതാണ്. പിന്നെ അരളിയുണ്ട്, മുല്ലപ്പൂവുണ്ട്. ഇവിടെ ഈ പൂക്കളുടെ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിക്ക് വേണം കേട്ടോ. 6 മണി മുതൽ വൈകിട്ട് ഒരു 10 മണി വരെ ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ വരുവാണ് നമുക്ക് പൂക്കൾ, ഒരുപാട് വെറൈറ്റീസിലുള്ള പൂക്കൾ ഒക്കെ വിൽക്കുന്നത് കാണാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ. മാലകളും ഒക്കെ പൂക്കളൊക്കെ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിൽക്കുന്ന കടകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. എപ്പോഴും നിലവിലും പ്രവർത്തിക്കുന്നുണ്ട്. മുല്ലപ്പൂ മുട്ടുകൾ കണ്ടോ? മുല്ലപ്പൂ മുട്ടുകളാണേ. കിലോ 300 രൂപ. ഇത് 280. ചെറുത് 280.
മാലകളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കണ്ടോ, കണ്ടില്ലേ, കെട്ടുന്നത് കണ്ടോ. പല പല വെറൈറ്റീസിലുള്ള മാലകൾ കണ്ടോ, ഇതൊക്കെ ഒരു ലെങ്ത് കണ്ടോ, കല്യാണ മാലകളും ഒക്കെ ആയിട്ടുള്ള ലൈവായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വാങ്ങിക്കാനായിട്ട് എന്നെ തിരക്കാന്ന് നോക്കിയാ, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കേരള. ഓ എൻ്റെ പൊന്ന്, ഈ പൂക്കളൊക്കെ ഇവിടെ റൂറൽ ഏരിയയിൽ നിന്ന് തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കളാണേ കൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ മാലകളുടെ ഒപ്പം ചേർത്ത് കെട്ടുന്നതാണ് കേട്ടോ. എന്നാ വെയിറ്റാ നോക്കി സാധനത്തിന്. ഇതെന്താണ് ഇതിൻ്റെ അകത്ത് വരുന്നത്? അയ്യോ, മാല. ഇതൊക്കെ കഴുത്തൊടിഞ്ഞു കൂടാ, അത്ര വെയിറ്റ് ആണ്. കണ്ടോ, അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അത് കംപ്ലീറ്റ് അങ്ങനെ ഒരു നൂല് ചുറ്റിയെടുക്കുവാണ്. कितना है भैया? 700. ഓക്കെ, പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് കെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. क्या है इसका अंदर क्या है? इसका अंदर क्या है? അരി. ആ, ഓ ശരി ശരി. ഇത് കണ്ടില്ലേ, ഈ തവിടാണ് ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഈ പൂക്കളുടെ മേളിലേ നല്ലൊരു ആകർഷണം തോന്നാനായിട്ട് ലൈറ്റ് കൊടുത്തേക്കുന്ന കണ്ടില്ലേ. ആ ചുവന്ന കളർ ഈ പൂക്കളിലേക്ക് തട്ടുമ്പോഴത്തേനും നോക്കേ. അപ്പോൾ പൂക്കളുടെ സെക്ഷനോട് ചേർന്ന് തന്നെ പച്ചക്കറികൾ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാം കേട്ടോ. എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഉണ്ടേ. ഇങ്ങനെ ഒത്തിരി കടകളുണ്ട്. അതിൻ്റെ പുറമേക്ക് ഇങ്ങനെ ടാർപോളിൻ കണ്ടില്ലേ, ഇങ്ങനെ മുളം കമ്പുകളിൽ വലിച്ചു നിർത്തിയിട്ട് അതിൻ്റെ താഴെ വെച്ചിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. എന്താണ്, ബീൻസ് ആണോ? ബീൻസ് അല്ലേ, വെറൈറ്റി ബീൻസ് ആണല്ലോ. നമ്മുടെ നോർമൽ ബീൻസിനേക്കാൾ വലിപ്പമുണ്ട്. വലിപ്പം കണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. അകത്തെ ഒരു പയറുമണിക്ക് വലിപ്പം കൂടുതലാണേ. അമരപ്പയറുണ്ട്, മാങ്ങയുണ്ട്. ഇവിടെ ഇല്ലാത്തതില്ലാട്ടോ, എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് കാണാം. വിലക്കുറവാണ് നോക്കാനൊക്കെയാണ് പറയുന്നത് കേട്ടോ. തക്കാളിക്ക് ഞാൻ ചോദിച്ചപ്പോൾ 20 രൂപയാണ് കിലോയ്ക്ക് പറഞ്ഞേ. ഇതോ ഈ ബീൻസ് 100. ആ, കൊള്ളാട്ടോ സംഭവം. എൻ്റെ അമ്മ, മാർക്കറ്റിൻ്റെ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. മാർക്കറ്റിൻ്റെ പുറത്ത് ഈ ഫാൻസി ഐറ്റംസും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അകത്ത് വന്നപ്പോൾ കണ്ടില്ല. അകത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പച്ചക്കറികളും പലചരക്ക് ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലും. ഓ, എന്തായാലും ഇത് കാണേണ്ട കാഴ്ച തന്നെയാണേ. അത്ര വലിയ മാർക്കറ്റാണ്. ഇപ്പം പറിച്ചുകൊണ്ട് നിൽക്കുന്ന ഉള്ളിയാന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് ഉള്ളി കണ്ടോ, അതിങ്ങനെ തണ്ട് സഹിതം കാണാം. പൊതുവേ നമ്മളങ്ങനെ കാണണമല്ലോ, ഇങ്ങനെ കണ്ടില്ലേ. ഇത് ಎಷ್ಟು ഇത്? 15. ഈ ഒരു കെട്ടിന് 15 രൂപ അങ്ങനെയാണ് കേട്ടോ. പഴങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ കാണുന്ന കടകളെല്ലാം തന്നെ ഈ വാഴപ്പഴങ്ങൾ വിൽക്കുന്നതാണ്. ഇവിടെ തേങ്ങകൾ മാത്രമാണ് വിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് നമുക്ക് ചോദിച്ചു കേട്ടോ. 55 രൂപ കിലോയാണോ, ഒരു പീസാണോ? കിലോ 55. എല്ലാ സെയിം റേറ്റാ? ആ, ആ, കിലോ 55, പീസ് 50. ആ, അത് തന്നെ, അതാണ് ഞാൻ ചോദിച്ചിട്ടില്ലേ. അത് റേറ്റ് വ്യത്യാസമാണ് കേട്ടോ. ഈ ചെറുത് വന്നിട്ട് ഇത് എത്രയാ? ഇത് 25 1 പീസ്. ആ, അതായത് ഈ 2 കൂടുന്നത് ആ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ വലിപ്പം അനുസരിച്ചാണ്. വീട്ടിൽ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. കത്തി, വാക്കത്തി, ചിരവ, ഉണ്ണിയപ്പ പാത്രങ്ങൾ. ചിരവയാണ്. ചിരവ മേടിച്ചതിന് മൂർച്ച കൂട്ടി കൊടുക്കുന്നതാണ്. ചിരവ കത്തിയും കൂടെ ചേരുന്നതാണ്. ഇവിടെ ഈ കടയിൽ ശർക്കരകളുടെ ഒരുപാട് വെറൈറ്റീസാണ് വിൽക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, വെല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ക്യൂബ് ഷേപ്പിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു നോർമൽ രീതിയിലുള്ള ശർക്കരകളൊന്നും ഇവിടെ ഇല്ല. ഈ ഒരു ഷേപ്പിലാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വരുന്നത് കേട്ടോ. അങ്ങനെ ക്യൂബ് ഷേപ്പിൽ. പാണ്ഡുപുര. ആ, ഓരോരോ പേരുകളുണ്ട്. മണ്ഡിയ. ആ, ഇവിടെ മൈസൂരിനടുത്ത് മണ്ഡിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണേ. ചാമരാജനഗർ. ആ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. മാണ്ടിയാണ് ഇവിടെ കർണാടകയിൽ തന്നെ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും പേര് കേട്ടൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇതൊക്കെ ഓർഗാനിക്കായിട്ടുള്ള വെല്ലം ശർക്കരയാണ്. പിന്നെ ഇതൊക്കെ കളർ ആഡ് ചെയ്തേക്കുന്നതാണ്. കണ്ടില്ലേ, ആ ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ടോ.
യെല്ലോ ഷെയ്ഡിലുള്ളത്. നമ്മൾ എന്താ പറയുക, ഗുണ്ടൽപേട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയില്ലായിരുന്നോ? ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? 70 റുപ്പീസ് കിലോ. 70 എല്ലാം 70 റുപ്പീസാണ് അല്ലേ? ആ ഓക്കെ. ഇതൊക്കെ 1 കിലോ ഉണ്ട് കേട്ടോ, 1 കിലോ. ഇത് കളറല്ലേ ആഡ് ചെയ്തേക്കണേ? കളർ ആഡ് ചെയ്തേക്കുന്നത്. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല മിഠായി കഴിക്കുന്ന പോലെയാണ്. ഇതെല്ലാം 70 അല്ലേ കിലോ? ആ 450 1 കിലോ. തേങ്ങ അതുകൊണ്ടല്ലേ അതിൻ്റെ തോട് ഇളക്കി വെച്ചേക്കുന്നത്. 1 കിലോയിൽ എത്ര പീസ് വരും? ആ ആ ഓക്കെ. 5 പീസ്, മാക്സിമം 5 പീസിനാണ് ഈ 450 വരുന്നത് അല്ലേ? നല്ല ഉണങ്ങിയ തേങ്ങ കേട്ടോ. തേങ്ങയും ശർക്കരയും കൂടെ ഒരുമിച്ച് കഴിക്കണം. അടിപൊളി ഒരു കോമ്പിനേഷനാണ്. മതി മതി മതി. ആ രണ്ടോടെ മിക്സ് ചെയ്തല്ലേ? ആ ശർക്കരയും തേങ്ങയും കൂടെ. ആ വീട്ടിൽ ഇലയുടെ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനായിട്ട് തേങ്ങ ശർക്കരയും കൂടെ ചിരണ്ടി വയ്ക്കുമല്ലോ, അപ്പോൾ അതെടുത്ത് കഴിക്കാറുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴും കഴിക്കും. ഉണ്ടാക്കണം കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ, ശർക്കര കടകളാണ് കൂടുതലിവിടെ. ഇതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പറഞ്ഞാൽ കെമിക്കൽ ഇല്ലാന്നാട്ടോ. കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല, കളർ മാത്രമാണ്, അതായത് ഈ പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പൊന്നോ, നമുക്ക് നടക്കാൻ ഒരു ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ, അത്ര തിരക്കാം. ഇവിടെ സവാള, വെളുത്തുള്ളി, കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. സവാളയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 രൂപ മുതലാണ് കേട്ടോ. ഈ ചെറുതിന് 20 രൂപയും വലുതിന് 25 രൂപയും. അതുപോലെ വെളുത്തുള്ളി 120 രൂപ, കിഴങ്ങ് വന്നിട്ടും കിലോ 25 രൂപ. അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് എല്ലാ ദിവസവും സെയിം റേറ്റ് ആണോ? ഡെയിലി സെയിം റേറ്റാണ് അല്ലേ? ഡിഫറൻസ് വരും. അങ്ങനെ ആവുള്ളൂ. ഇതിനൊക്കെ വില മാറിക്കൊണ്ടിരിക്കുമല്ലോ. റീറ്റെയിൽ മാർക്കറ്റ് പൂര റീറ്റെയിൽ അല്ലേ? ഓക്കെ. അതേ മാർക്കറ്റിൻ്റെ ഇത് പശുവൊക്കെ കയറിയിട്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടല്ലേ. ഈ മാർക്കറ്റിൻ്റെ ഒരു ബാക്ക് വശമാണ് ഇത്. ഇങ്ങനെയുള്ളത് ഈ പലക വെച്ചിട്ടാണ് ഇത് അടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ചില കടകളൊക്കെ ഇങ്ങനെ കാലപ്പഴക്കം കാരണം ചെറിയ നാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. പപ്പായ വണ്ടിയിൽ കൊണ്ടുപോയി കടയിലേക്ക് ഇറക്കുന്നത് കണ്ടില്ല. അത് ഡാമേജ് ആവാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടിരുന്നത് കേട്ടോ. പപ്പായ അത് കണ്ടല്ലേ, ഇവിടെ പപ്പായ മാത്രമേ ഉള്ളൂ. അത് നല്ല കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്നത് കാണാം നമുക്കിവിടെ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇറച്ചിയും പച്ചമീനുകളാണ്. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് കാലിയായിട്ടോ, അത് തീർന്നിട്ടുണ്ട് വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ. രാവിലെ വരികയാണെങ്കിൽ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ കണ്ടില്ലേ ചിക്കൻ, നാട്ടുകോഴികളും ഉണ്ടേ. ഇവിടെ ഗുസ്തി നടക്കുന്നുണ്ട്, ഗുസ്തി. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നടക്കുന്നത്. കുറേ ഫയൽവാന്മാരെ അവരുടെ ഫോട്ടോസൊക്കെ കാണാം ഈ ഫ്ലെക്സിൽ കണ്ടില്ലേ. നാളെ ഈവനിങ് പ്ലേസ് ഇവിടെ അടുത്ത് തന്നെയാണ്. നാളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗുസ്തി കാണാം. ഈ മാർക്കറ്റിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഉണ്ട് ഒരുപാട് കടകൾ, മുട്ടക്കടകൾ കാണാം. ബ്രോയിലർ മുട്ടകളാണേ. ഇത് ഒരു പീസ് എത്രയത്? 5 രൂപ. ആ റീറ്റെയിൽ പ്രൈസ്, അത് ഹോൾസെയിൽ. ആ 5 രൂപ റേഞ്ചിലാണ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ്. മൈസൂർ സ്വീറ്റ്സ് വിൽക്കുന്ന ചെറിയൊരു ബേക്കറിയാണേ. മൈസൂർ പാക്ക് കാണാം. പിന്നെ പേടകൾ, പലതരത്തിലുള്ള പേടകൾ, ജിലേബി. മൈസൂർ പാക്ക് എത്ര റേറ്റ്? എത്രയാ? ആ കിലോ മൈസൂർ പാക്ക്. ആ പ്യുവർ ഗീലുണ്ടാക്കിയ കേട്ടോ. ഞാൻ നെയ്യ് കഴിക്കില്ലായിരുന്നു, കഴിച്ചും പോയി. 420 രൂപയാണ് കിലോയ്ക്ക് കണ്ടോ. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഈ സെയിം മൈസൂർ പാക്ക് അവിടെ റീറ്റെയിൽ ഷോപ്പിൽ ഏകദേശം 800 രൂപ റേറ്റ് വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പഴയ കാലത്തെ ഒരു തപാൽ പെട്ടി കാണാം, നോക്കി. അതങ്ങനെ അധികം ശ്രദ്ധിക്കാതെ മൂലയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും അല്ലേ അതിനെ. ഇതൊക്കെ ഒരു പശു നടന്നു വരുന്നത്. പുള്ളിക്കാരി ഇത്ര നേരം മാർക്കറ്റിൻ്റെ അകത്തായിരുന്നേ, ഈ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ആരെയും കൂസലാക്കാതെ അങ്ങ് പോവാണ്. കണ്ടത് ഇവിടെ മൈസൂർ സിൽക്സ് വിൽക്കുന്ന ഒരു കട കാണാവേ.
അപ്പോൾ ഇവിടെ ഒക്കെ വാങ്ങാനായിട്ട് നല്ല തിരക്കുമുണ്ട്. ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഈ മൈസൂർ പാക്ക് കിട്ടണം, അതുപോലെ മൈസൂർ സ്വീറ്റ്സ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ പലയിടത്തും പല റേറ്റിലായിരിക്കും വിൽക്കുന്നത്. ചിലപ്പോൾ സെയിം സാധനം തന്നെ ആയിരിക്കും, റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഹോൾസെയിൽ ഷോപ്പുകളും റീറ്റെയിലും എല്ലാ ഷോപ്പുകളും ഉണ്ട് ഇവിടെ. ആ കാഷ്യൂനട്ട് ഉള്ളത് സോയൻ പപ്പടിയാണ് അല്ലേ? ഞാനത് മൈസൂർ പാക്കാന്ന് പറഞ്ഞത് കേട്ടോ. അതെങ്ങനെ റേറ്റ് എങ്ങനെയാണ്? അത് റേറ്റ് 500 ഒരു കിലോ ഉണ്ടല്ലേ? ഒരു പീസ് കണ്ടില്ലേ? മൈസൂർ പാക്ക് എത്ര വെറൈറ്റി ഉണ്ട്? രണ്ട് വെറൈറ്റി. ആ ഓക്കെ. അപ്പോൾ ഇവരുടെ തന്നെ ഷോപ്പ് ഇവിടെ ഉണ്ട്, അത് കണ്ടില്ലേ? ഇവിടെ 11 വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞത് മൈസൂർ പാക്കിൻ്റെ തന്നെ. എല്ലാത്തിൻ്റെ വിലയൊന്നും ചോദിക്കുന്നില്ല കേട്ടോ, കാരണം അതുപോലെ ഐറ്റംസ് ഉണ്ട് കണ്ടോ. ഈവനിങ് ആയപ്പോഴത്തേനും നല്ല തിരക്കായിട്ടോ മാർക്കറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജപ്രൗഢി നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ പുറത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു ചത്തുരം നമുക്ക് കാണാം. അവിടെയൊക്കെ ധാരാളം ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് നമുക്ക് ഇരിക്കാനും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും, അതുപോലെ തന്നെ അവിടെ തന്നെ ഇതുപോലെയുള്ള ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ, പച്ചക്കറികളൊക്കെ ആയിട്ട്. നല്ല തിരക്കാവുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഈ മാർക്കറ്റിൻ്റെ വെളിയിൽ. ആലോചിക്കുക, അപ്പോൾ ഒരു ദിവസം എത്രത്തോളം കച്ചവടമല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1886 മൈസൂർ വോഡയാർ രാജവംശത്തിലെ രാജാവായിരുന്ന ചാമരാജ വോഡയാർ 9ാമൻ്റെ ഭരണകാലത്താണ് ഈ മാർക്കറ്റ് ഇവിടെ പണിയുന്നത് കേട്ടോ. അപ്പം 1886 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം 2026 ആയപ്പോഴത്തേക്കും 140 വർഷമായി അല്ലേ. പിന്നീട് ഈ മാർക്കറ്റിൻ്റെ ഒരു ഔദ്യോഗികമായിട്ട് നാമകരണം ചെയ്യുന്നത് 1925 ദൊഡ്ഡ ദേവരാജ വോഡയാറിൻ്റെ പേരിലാണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റിൻ്റെ. ഇത് കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട്, അങ്ങനെയും പറയാം. അപ്പോൾ ദേവരാജ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം വെളിയിൽ കണ്ടില്ലേ, അങ്ങനെയുള്ള ഒരുപാട് കടകൾ നമുക്കിത് ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി കടകൾ അവിടെയുണ്ട്. തിരക്കേറിയൊരു സ്ഥലം കൂടിയാണിത്. അതായത് ഇവിടെ ടൂറിസ്റ്റുകൾ കുറവാണ്, കൂടുതലും ഇവിടെ ഉള്ളവരാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നവരാണ് കൂടുതലും. മൈസൂരിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ആ മാർക്കറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാടക യാത്രയുടെ ഭാഗമായിട്ട് മൈസൂർ എത്തിയിരിക്കുന്നത് മൈസൂരിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് റൂമൊക്കെ എടുത്തു, കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. എന്തായാലും ദേവരാജ മാർക്കറ്റിൻ്റെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ മാർക്കറ്റ് വിപുലമായിട്ട് ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എപ്പിസോഡ് മതിയാതെ പോകും. അത്ര അധികം സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ടാകത്ത്. നിങ്ങളെന്തായാലും മൈസൂർ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. മൈസൂരിൽ സയ്യാജി റാവു റോഡിലാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ മൈസൂരിൻ്റെ ഒരു ഹൃദയ ഭാഗത്തായിട്ട് തന്നെ വരും കേട്ടോ. അപ്പം ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് പാലസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ ഈ സർക്കിളൊക്കെ ഉണ്ടല്ലേ, ഡോക്ടർ BR അംബേദ്കർ സ്റ്റാച്യു. അപ്പം മൈസൂരിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെറിയൊരു വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ടാണ് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം മൈസൂരിൻ്റെ അധികം കാഴ്ചകളിലേക്ക് പോകുന്നില്ല കേട്ടോ. ഞാൻ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഡയറക്റ്റ് പോകുന്നതിന് പകരം ഇവിടെ മൈസൂരിൽ ഇറങ്ങി എന്നേ ഉള്ളൂ. അപ്പോൾ അത് എവിടെയാണല്ലോ റൂം എടുത്തിരിക്കുന്നത്? ഓക്കെ, ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. ആ കാണുന്നതാണേ. ഇത് റെസ്റ്റോറൻറ്റും അതുപോലെ റൂമും എല്ലാം കൂടെ ചേർന്നാണ് കേട്ടോ. ഈ താഴെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പേര്, ഗ്രാൻഡ് കംഫോർട്ട് ചന്ദ്രഗുപ്ത റോഡ്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മാർക്കറ്റിലേക്ക്. 1 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ കേട്ടോ ദൂരം. അപ്പോൾ കഴിഞ്ഞ വർഷം മൈസൂരിൽ വന്നപ്പം എടുത്ത ആ ഒരു സെയിം റൂമാണ് എടുത്തിരിക്കുന്നത്. 800 രൂപയാണ് കേട്ടോ നോൺ AC റൂം. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയാം. പിന്നെ ഇവിടുത്തെ കർണാടക RTC സബർബൻ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയായിരുന്നു രാവിലെ ബസ്സിൽ വന്ന് ഇറങ്ങിയത്. നാട്ടിൽ നിന്ന് പോകുന്നത് കോട്ടയത്ത് നിന്ന് മൈസൂരിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഡീലക്സ് ബസ്സിനായിരുന്നു. രാവിലെ 8 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം മൈസൂരിൽ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു മാർക്കറ്റ് നേരത്തെ മുതൽ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. എന്തായാലും സമയം 7:45 പോകുന്നു. നാളെ രാവിലെ തന്നെ ഇവിടെ തിരിക്കണം. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.